അഥവാ നത്തോലിയല്ലേ. ഹലോ, എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിച്ചു കൊള്ളട്ടെ. ഹാപ്പി സൺഡേ ടു ഓൾ. പറ ഓക്കെ. ഇതിപ്പം ഇന്നലത്തെ നമ്മുടെ എല്ലാ എന്താ പറയാ സുഖമായ നിദ്രയെല്ലാം കഴിഞ്ഞില്ല. നല്ല എണ്ണയ്ക്കിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ ഈശ്വര എത്ര സുഖമായിട്ടാണെന്നറിയോ കിടന്നു തുടങ്ങിയത് എല്ലാവരും. എനിക്കിപ്പോൾ അത്ര ലേറ്റ് ആയില്ല. അപ്പം രാവിലത്തെ എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പം ഈ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 3 months ശേഷം അവൻ വീണ്ടും വന്നിരിക്കുന്നു നമ്മളുടെ വീട്ടിലേക്ക്. നത്തോലി ആട്ടോ. നത്തോലി ഫ്രൈയും. സെറയ്ക്ക് ഫിഷ് ഇഷ്ടമല്ല, അതുകൊണ്ട് സെറയ്ക്ക് വന്നിട്ട് ചിക്കൻ ഫ്രൈയുമാണ്. ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇങ്ങനെ ക്ലീൻഡ് ആയിട്ട് ചെറിയ മീൻ വരെ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ പണിയില്ലല്ലോ. അപ്പം ഞാൻ കരുതി നത്തോലി ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതി. ആദ്യം നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം അല്ലേ? അപ്പം വാഷ് ചെയ്തെടുക്കാം. അപ്പം ഇത്ര ആവശ്യമില്ല, കാരണം ഇവയ്ക്ക് മാത്രമേ ഉള്ളൂ, എനിക്കും സെറയ്ക്കും വേണ്ട. അപ്പോൾ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ, ബാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് ഇവിടെ മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അധികം റണ്ണിങ് അല്ല. പിന്നെ ഞാൻ കരുതി കുറേ നാളായില്ലേ വാങ്ങിച്ചിട്ട്, വാങ്ങാമെന്ന് കരുതി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം ഫിഷ് കഴുകാം. ഓക്കെ, കഴുകിയിട്ട് നമുക്ക് വരാം. ഓക്കെ. അങ്ങനെ നമ്മളുടെ ഫിഷ് നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മൾ എടുക്കുന്ന ഫിഷ് മാത്രമേ ഉള്ളൂ കേട്ടോ കഴുകുന്നത്. നമ്മളിപ്പം അടുത്ത ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് കഴുകരുതെന്നാണല്ലോ പറയുന്നത്. കാരണം അത് ആ സോൾട്ടി ആ ഒരു ഇതിലിരുന്നാൽ മാത്രമേ അത് പ്രിസർവ്, അതായത് അതിൻ്റെ ടേസ്റ്റ് പോവാതെ ഇരിക്കുള്ളൂ. പ്രിസർവ് അല്ല, ടേസ്റ്റ് പോവാതെ ഇരിക്കത്തുള്ളൂ എന്നാണ് ഹസ്ബൻഡ് പറയാറുള്ളത്. അപ്പം ഞാൻ ബാക്കി ഫിഷിനെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഫിഷിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് നമ്മൾ കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇതിന് ശേഷം ഞാൻ നമ്മളുടെ ഫ്രിഡ്ജിലേക്ക് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഒരു 1 hour ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുമല്ലോ. ശരിക്കും ഇതിപ്പം ഇനിയിപ്പം നോൺ വെജിൻ്റെ കുക്കിംഗ് ഇവിടെ കൂടുതലായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പം സൺഡേ ആണ് ഈ വ്ളോഗ് എടുക്കുന്നതും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നതും. ബട്ട് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം ട്യൂസ്ഡേ ആവും. അപ്പോൾ ട്യൂസ്ഡേ ചേട്ടൻ വരും, ഹസ്ബൻഡ് എത്തും നാട്ടിൽ. ഇപ്പോൾ എത്തിക്കാണും. ഇപ്പം ഞാൻ ഈ വോയിസ് വീഡിയോ കാണുമ്പോൾ എത്തിക്കാണും പുള്ളിക്കാരൻ. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നോൺ വെജ് ആയിരിക്കും മെയിനായിട്ട്. അപ്പോൾ പിന്നെ എന്താണെങ്കിലും ഫിഷ് ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കും നമ്മുടെ കിച്ചണിൽ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സെറീനെ സംബന്ധിച്ചിടത്തോളം ഫിഷ് കാര്യമല്ല, അതുകൊണ്ടാണ് അവൾക്ക് ഞാൻ ചിക്കൻ വാങ്ങിച്ചത്. അപ്പോൾ ചിക്കനിലെ മസാല നമ്മുടെ സാധാരണ തന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ അതേപോലെ തന്നെ ചിക്കൻ മസാല, പിന്നെ നമ്മളുടെ ചെറുനാരങ്ങയിലാണ് ഞാൻ ചിക്കൻ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ചതിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കും. ബോൺലെസ് വാങ്ങാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 2 പേർക്കും അതെ ബോൺ ഉള്ള വിത്ത് ബോൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മുക്കാലും കളയും. അപ്പോൾ അതിലും നല്ലത് ബോൺലെസ് വാങ്ങുന്നതല്ലേ. ഈ ബോൺലെസ് ചിക്കനും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ നമ്മളുടെ ഇവിടെയൊക്കെ. പക്ഷേ ഈ നത്തോലിയൊക്കെ ക്ലീൻ ചെയ്ത് തരത്തില്ല. നത്തോലിയും കാര്യങ്ങളൊന്നും, ചെമ്മീനും ഒന്നും ക്ലീൻ ചെയ്ത് തരത്തില്ല. ചെമ്മീൻ ക്ലീൻ ചെയ്യാനൊക്കെ എനിക്കറിയാം കേട്ടോ. ചെമ്മീനും കൂന്തലും ക്ലീൻ ചെയ്യാൻ എനിക്കറിയാം. പക്ഷേ മറ്റ് മീനുകൾ ക്ലീൻ ചെയ്യുമ്പം നഷ്ടമായി പോവും, ഒടിഞ്ഞും പൊട്ടിപ്പൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കണ്ടുകൊണ്ടിട്ടാണ് നത്തോലി ഞാൻ വാങ്ങിയത് കേട്ടോ. സെറയ്ക്കാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു മീൻ ഇഷ്ടമാണ്, വലിയ മീൻ ഇഷ്ടമാണ്. കുഞ്ഞു മീനാണെങ്കിൽ അവൾക്ക് മുള്ള് പേടിയാണ്. പക്ഷേ വലിയ മീൻ കൊടുത്താലും നമ്മൾ അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാൻ വലിയ മീൻ ഇപ്പം പുള്ളി വന്ന് എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ പുള്ളിയായിട്ട് ഇനിയിപ്പം പോകുമ്പോഴാണ് വലിയ മീനൊക്കെ വാങ്ങുന്നത്. കാരണം പുള്ളിക്കാണോ നോക്കി വാങ്ങാൻ അറിയാവുന്നത്. അന്നേരം അപ്പം ഞാൻ സെറയ്ക്ക് മീനും കൊടുത്തു തുടങ്ങാം എന്ന് വിചാരിച്ചു. കൊടുക്കാറുണ്ട്, ഇനിയും റീസ്റ്റാർട്ട് ചെയ്യണം വീണ്ടും. പിന്നെ ഇന്നത്തെ ദിവസം കണ്ടോ, ഒരു ക്ലൗഡി ആയിട്ടിരിക്കുന്നല്ലേ. ആകാശം തന്നെ സ്തംഭിച്ചിരിക്കുക. ആകാശമല്ല, പ്രകൃതി തന്നെ ഡൗട്ട് അടിച്ചിരിക്കുവാണ്. മഴ കൊടുക്കണോ മഴ കൊടുക്കണ്ടയോ എന്നുള്ളൊരു ധാരണയിലിരിക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ കരുതി അലക്കാനുണ്ട് എത്ര വന്നാലും. അലക്കിയില്ല എന്നുണ്ടെങ്കിൽ നാളെ കുട്ടികൾക്ക് സ്കേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിനഫോറില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം ഞാനിപ്പം ഇന്നലെ അലക്കിയില്ല. ഇന്നലെ അലക്കാത്തതിൻ്റെയാണ് ഇന്ന് ഇത്രയും കൂടിയത് ശരിക്കും. കാരണം ഇവർ ചില സമയത്ത് ഇവർക്ക് തോന്നുന്ന മാതിരിയാട്ടോ യൂണിഫോം. അവർ പിനഫോറും സ്കേർട്ടും എല്ലാ ദിവസവും അങ്ങോട്ട് മാറിയിടും. ശരിക്കും ഞാൻ സ്കേർട്ട് 2 ദിവസം ഇടിക്കാറുണ്ട്, പിനഫോറും 2 ദിവസം ഇടിക്കാറുണ്ട്. അല്ലാതെ ടീഷർട്ട്സും അതേപോലെ തന്നെ ഇന്നേഴ്സും എല്ലാം ഞാൻ മാറ്റിക്കും, അങ്ങനെയാണ്. പക്ഷെ ചില സമയത്ത് എൻ്റെ പിള്ളേർക്ക് എല്ലാം അങ്ങോട്ട് ബാസ്ക്കറ്റിലിടണമെന്ന് തോന്നും. ഉണങ്ങി കിട്ടിയാൽ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനത്തെ ക്ലൈമറ്റൊക്കെ ആകുമ്പം അത് നമുക്ക് ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത്രയേ ഉള്ളൂ. അങ്ങനത്തെ
സെറക്കുട്ടി എന്തോ സിനിമ ഡയലോഗൊക്കെ പറഞ്ഞ് നടക്കുക കേട്ടോ, മുടിയൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടോ. എനിക്കാണെങ്കിലുണ്ടല്ലോ ചെറുതായിട്ടൊരു കോൾഡ് അടിക്കുന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ സാറ്റർഡേ ആണോ എന്ന് തോന്നുന്നു നമ്മുടെ ഓയിൽ മസാജ് ചെയ്തില്ലേ, സത്യത്തിൽ സൂപ്പർ ഓയിലാണത്. പക്ഷേ എന്താ പറയുക, വൺസ് ഇൻ എ മന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 2-3 ദിവസത്തേക്ക് എനിക്കിങ്ങനെ ഒരു മാതിരി തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും അസുഖമൊന്നും വരാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വെള്ളം നിറഞ്ഞങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഞാൻ താഴത്തോട്ട് പോകത്തുള്ളൂ. സത്യം പറഞ്ഞതൊരു തലവേദനയാട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു സെമി എടുക്കാറില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇത് ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ആൻറ്റി പണ്ട് പറഞ്ഞായിരുന്നു സെമിയിൽ അലയ്ക്കാൻ മാത്രമേ വൃത്തിയാകത്തുള്ളൂ. ആൻറ്റിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു ധൈര്യത്തോടെയാണ് ഞാൻ സെമി എടുത്തത്. ഫുള്ളി ഓട്ടോമാറ്റിക് വലിയ ഗുണമില്ല. എനിക്ക് തോന്നുന്നു ഒരു ബിഫോർ ഒരു എത്ര വർഷം മുന്നേ ആയിരുന്നു, ഒരു 7 years ബാക്കാണ് കേട്ടോ ആൻറ്റി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിത് ഈ സംഭവം വാങ്ങിച്ചു. ചീത്തയായിട്ടില്ല, ഒരുപാട് ഷിഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതാണ്, ഇതുവരെ ചീത്തയായിട്ടില്ല. പക്ഷേ പ്രശ്നം ഇതാണ്, നമ്മളിങ്ങനെ മോളിൽ കയറണം ഇറങ്ങണം. ഫ്ലാറ്റിലായപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നില്ല, കാരണം നമുക്ക് നമ്മുടെ ബാൽക്കണിയിൽ അവിടെ തന്നെയാണല്ലോ ഇത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നമ്മൾ ചാടണം, കയറണം. അപ്പം അതുകൊണ്ടിട്ട് ഇനിയിപ്പം എന്താ ചെയ്യാനുള്ളത്, നമുക്ക് താഴേക്ക് പോയിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാം. വന്നോളൂ. അങ്ങനെ നമ്മുടെ വാഷിംഗ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് സംഭവം താഴേക്ക് വന്നു. ഇനിയിപ്പോൾ നമുക്ക് പതിയെ നമ്മുടെ ഫിഷ് വറക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം 1 മണിക്കൂറായി. അപ്പം മസാലയൊക്കെ നമ്മളുടെ പിടിച്ച് കാണും. ഈ പാൻ വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, നമ്മുടെ ഹൈപ്പറിൽ നിന്ന്. കുറേ നാളായി, ഞങ്ങൾ ഈ വീട് വാങ്ങിച്ച സമയത്ത് വാങ്ങിച്ചതായിരുന്നേ. ഉദ്ദേശം വേറെ ഒന്നായിരുന്നില്ല, ദോശ ചുടുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പാൻ വാങ്ങിച്ചത്. എന്നിരുന്നാലും ഇതിൽ ദോശ ചുട്ടിട്ട് എനിക്കെന്തോ ഒരു സന്തോഷം കിട്ടിയില്ല. നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഹാപ്പി ആവണമല്ലോ, നമ്മൾ ചുടണ ദോശ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം. അപ്പം ഞാൻ കരുതി വേണ്ട, നമുക്ക് ദോശത്തവ മാറ്റി പിടിക്കാം. ദോശത്തവയല്ല, ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ തന്നെയാണ് ഞാൻ ദോശ ചുടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ ഒരെണ്ണം വാങ്ങാമെന്ന് കരുതിയിട്ടുണ്ട് ദോശ ചുടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതിപ്പം ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇത് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ഞാനൊരു 3-4 മാസം കൂടുമ്പോഴേ എടുക്കാറുള്ളൂ. ഹസ്ബൻഡ് വരുന്ന ടൈമിലും ആണല്ലോ ഫിഷ് ഇവിടെ മെയിനായിട്ട് നമ്മൾക്ക് വാങ്ങുന്നത്. ആ ടൈമിലാണ് ഇവരൊക്കെ പുറത്തേക്ക് വരാറുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം നേരെ ഇവരുടെ കൂട്ടിൽ കയറി ഇവരെ ഞാൻ അടയ്ക്കും, പുള്ളി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമുക്ക് ഇനിയിപ്പം എണ്ണ ചൂടായി. അപ്പം വേറെ നത്തോലി ആണെങ്കിൽ കുഞ്ഞു മീനല്ലേ, കുഞ്ഞു മീൻ പെട്ടെന്ന് ആവുമല്ലോ. എൻ്റെ ദൈവമേ, വലിയ വലിയ മീനൊക്കെ വറക്കാനാണ് എന്തുമാത്രം നേരമാണല്ലോ എടുക്കുന്നത്. അത് ഇരിച്ചിടണം, മറച്ചിടണം, എൻ്റെ പൊന്നോ. അതുമല്ല, നമുക്ക് ആകെ കൂടി ഫെഡപ്പാവും. എനിക്കാണെങ്കിൽ ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ലെഗ് വറക്കുന്നതാണ് കേട്ടോ. ഞാൻ ചിക്കൻ ലെഗ് എനിക്ക് വലിയ താല്പര്യവും അല്ല, അതേപോലെ തന്നെ അത് വറക്കുന്നതും താല്പര്യമില്ല. ഞാൻ കറി വെക്കുന്നതാണ് കുറച്ചും കൂടി എനിക്ക് എളുപ്പം എന്ന് തോന്നാറുണ്ട്. കാരണം കറിയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ചിക്കൻ ലെഗ് ഞാൻ വറക്കുമ്പോൾ എന്ത് ഉള്ളിലൊന്നും വേവാത്തോണം തോന്നാറുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് കുറേ നേരം പിടിച്ചത് വറുത്താൽ മതി. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പിള്ളേർക്ക് വറുത്ത് കൊടുക്കുമ്പോഴും ഞാൻ മാക്സിമം ചിക്കൻ ലെഗ് വറക്കാറില്ല, കറിയാണ് വെക്കാറുള്ളത്. എല്ലാവരും ചിക്കൻ ലെഗ് വറക്കണം എന്ന് പറയാറുണ്ട്, പക്ഷെ ഞാൻ കറിയാണ് വെക്കാറുള്ളത് കേട്ടോ. ഇടയ്ക്ക് 2 പ്രാവശ്യമൊക്കെ വറുത്തായിരുന്നു നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത്, പക്ഷെ അത്ര വലിയ വൻ വിജയമൊന്നും ആയിരുന്നില്ല അത്. എന്താണെന്നറിയില്ല, നമുക്ക് ചില സമയത്ത് ചില സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കൈവഴക്കം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതായിരിക്കാം അത്. പക്ഷേ ഇപ്പം എയർ ഫ്രയർ യൂസ് ചെയ്യുമ്പം അതിൻ്റെ പ്രശ്നം മാറും. ഉണ്ടായിരുന്നു ഒരെണ്ണം, അത് ചീത്തയായിപ്പോയി. പിന്നെ നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എനിക്ക് തോന്നുന്നു വൺസ് ചീത്തയായിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കി എടുത്തിട്ടുണ്ടെങ്കിലും അത്ര വലിയ ആയുസ് അവനുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് പുതിയതൊരെണ്ണം നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതിലാക്കാം നമുക്ക് ചിക്കൻ്റെ വറക്കലും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഈ പാനിൻ്റെ അടുത്ത് നിന്നിട്ട് ചുറ്റിക്കറങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം അല്ലേ. എന്ത് പറയാനാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്, സാമ്പാർ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമുള്ള കാര്യങ്ങളാട്ടോ. ഞാനൊരു വെജിറ്റേറിയൻ റെസിപ്പീസ് ഉണ്ടാക്കാൻ എനിക്ക് കുഴപ്പമില്ല. ഇത്തിരി ഇപ്പം എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പൊക്കുന്ന പോലെ ആയിരിക്കും, ഞാൻ തന്നെ സരോജ് കുമാർ എന്ന് പറയണ പോലെ ഇരിക്കും. അങ്ങനെയല്ല, എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇതുണ്ടാക്കുന്നതും. നോൺ വെജിൽ ഞാൻ ചിക്കൻ കറി അതുപോലെ തന്നെ ഫിഷ് കറിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാറുണ്ടെന്ന് ഹസ്ബൻഡ് എനിക്ക് അതിനുള്ളൊരു സർട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്, അതിന് നല്ലൊരു വെജിറ്റേറിയൻ റെസിപ്പി മേക്കറാണ്, അല്ലെങ്കിൽ നല്ലൊരു നോൺ വെജ് കറി റെസിപ്പി മേക്കറാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നോട് പറയാറുണ്ട് വറക്കുന്നത് അത്ര പോരാത്താൻ, വറുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നാറില്ല എന്ന് പറയാറുണ്ട്. അപ്പം പുള്ളി വരുമ്പോൾ പുള്ളിക്ക് നമ്മളിങ്ങനെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ ചെയ്യുമോ, കിച്ചണിൽ കയറിയിട്ട് ചെയ്യും. പക്ഷേ ഇങ്ങനെ മക്കളും കൂടി കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ആന കരിമ്പന്തോട്ടത്തിൽ കയറിയതുപോലെ നിറച്ചും സ്ലാബിൽ പാത്രങ്ങൾ നിറച്ചും ഓയിൽ തെറിച്ചിട്ടുണ്ടാവും. എനിക്ക്
എൻ്റെ പണിയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊരു 10-15 മിനിറ്റ് കൊണ്ട് കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങുന്ന ആൾ ചിലപ്പം ഒരു 10-40 മിനിറ്റ് ആയാലും എനിക്ക് വരാൻ പറ്റത്തില്ല. മാത്രമല്ല ഞാൻ അലപ്പുണ്ടാക്കുകയും ചെയ്യും. അലപ്പുണ്ടാക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം പുള്ളിക്കാരന്. കാരണം പുള്ളിക്കാരന് പൊതുവെ ഇത്തിരി കാരണം സൈലൻസി ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ ഒച്ചെടുക്കുമ്പോൾ ആൾക്ക് ദേഷ്യം വരും. അപ്പം പിന്നെ ഞങ്ങൾ തമ്മിൽ അത് ഭയങ്കര ഇടിയാവും. അതുകൊണ്ടിട്ട് ഞാൻ അത്ര സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അധികം ഞാൻ വിളിക്കാറില്ല. പിന്നെ അറിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, വൃത്തിയാക്കിയിട്ടിട്ട് പോയിക്കൊള്ളണം, ഞാൻ എങ്ങനെ കിച്ചൺ തന്നോ അതേപോലെ എൻ്റെ കയ്യിലേക്ക് തന്നേക്കണമെന്ന്. അതിനിടയിൽ നമ്മുടെ ചോറ് ഞാൻ വെക്കാൻ മറന്നായിരുന്നു കേട്ടോ. കണ്ടില്ലേ, മെയിൻ ആളെ തന്നെ ഞാൻ വെക്കാൻ മറന്നു കേട്ടോ. അപ്പം അത് കുക്കറിലായിക്കൊണ്ടിരിക്കുവാണ്. നത്തോലി ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് അതും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം സെറ കഴിക്കത്തില്ലല്ലോ, നത്തോലി ഫ്രൈ കഴിക്കില്ല. അപ്പം സെറക്കുട്ടിക്ക് ഞാൻ ചിക്കൻ കൊടുക്കാമെന്ന് കരുതി, ഇവക്കുട്ടിക്ക് ചിക്കനും അതേപോലെ തന്നെ ഫിഷും കൂടെ കൊടുക്കാമെന്ന് കരുതി. പിന്നെ എനിക്ക് വൈകുന്നേരത്തെ കറികളും ആയല്ലോ, പിന്നെ എനിക്ക് വേറെ പണികളൊന്നുമില്ല, ഞാൻ ഫ്രീ ആയി കേട്ടോ. ചോറ് ഞാൻ എടുക്കുവാണ് കേട്ടോ. സൺഡേയിലത്തെ സംഭവം സ്പെഷ്യലാണ്. അപ്പം ഇവനോട് ഞാൻ പറഞ്ഞു, ഞാൻ മോരുചാറും കൂടി തരാമെന്ന് പറഞ്ഞപ്പോൾ അവള് പറയാനേ, എന്തിനാണ് എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയല്ലേ, എന്തെങ്കിലും ഒന്ന് നോൺ വെജ് കൂട്ടി കഴിക്കട്ടെ എന്ന് അവസാനം പറയുന്നത്. അപ്പം പിന്നെ കുഴപ്പമില്ല, അവള് കഴിച്ചോളൂ എന്ന് മനസ്സിലായി. മോരുചാറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇവയുടെ ഇതാണ് കേട്ടോ ചോറ്. നമ്മുടെ നത്തോലി ഫ്രൈയും ചിക്കൻ നമുക്ക് ഒരു 3 പീസ് മതി അവൾക്ക്. പിന്നെ സെറയ്ക്ക് ഇപ്പം വേണ്ടെന്ന് പറഞ്ഞു, ഡേറ്റ്സ് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവൾ കഴിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു ചെറിയൊരു പെഡിക്യൂർ സെഷനിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് അവർക്ക് കൊടുക്കട്ടെ കേട്ടോ. ബൈ. പിന്നെ അതെല്ലാ പരിപാടികളും കഴിഞ്ഞു. പെഡിക്യൂറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. ചെറുതായിട്ടുള്ള വെള്ളത്തിൽ നമ്മുടെ ഷാമ്പൂവും പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങയും അതേപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ഞാനിട്ട് കാല് മുക്കി വെച്ചിരിക്കണം. എൻ്റെ സെറക്കുട്ടിയുടെ ഫേസ് ഇരിക്കുന്നുണ്ട്, സങ്കടപ്പെട്ടിരിക്കുന്നില്ല. മസാജ് ചെയ്യാൻ ഇവക്കുട്ടി ഓടിച്ചു, അതുകൊണ്ടിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഓടിക്കണ്ട കേട്ടോ, അവൾ കുറച്ച് നേരം എൻ്റെ കാല് മസാജ് ചെയ്തോട്ടെ കേട്ടോ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ നല്ല സുഖമുണ്ട് കേട്ടോ, ഞാൻ സുഖിച്ചിരിക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇവ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് വന്നപ്പം അവൾക്ക് തന്നെ ചെയ്യണമല്ലോ, അപ്പോൾ അവൾ തന്നെ അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെ നല്ല സുഖം കേട്ടോ. ഇടയ്ക്ക് പുള്ളിക്കാരത്തി നല്ല മൂടുള്ളപ്പോൾ ചെയ്തു തരും. പിന്നെ അവൾക്കും സമയം കാണില്ല, അവൾക്കും ഒരുപാട് പഠിക്കാനും കാര്യങ്ങളും പിന്നെ അവരുടേതായ തിരക്കുകളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് നടക്കത്തില്ല. അപ്പോൾ ഇന്നലെ ചെയ്യാമെന്ന് കരുതിയതായിരുന്നു, നമ്മളുടെ ആ ഒരു ഓയിൽ മസാജ് ചെയ്ത ദിവസമൊക്കെ നമ്മൾ ചെയ്യാമെന്നൊക്കെ കരുതിയതായിരുന്നു. പക്ഷെ നടന്നില്ല, എല്ലാം കൂടി നടന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് സമയമുണ്ട്, സൺഡേയും കൂടെ അല്ലേ, അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ കോവിഡ് ടൈമിലൊക്കെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ മിക്ക ദിവസവും ചെയ്യുമായിരുന്നേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അതിനിടയിലത്തെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് നമ്മൾ ഡെഡ് സ്കിൻ കളയുന്ന റോളർ ചീത്തയായിപ്പോയി. അപ്പം ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഐഡിയ വന്നു, വേറൊന്നല്ല, നമ്മുടെ നാച്ചുറലായിട്ടുള്ള നമുക്ക് പ്യൂമിക് സ്റ്റോൺ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് റോളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. ഒന്നും നോക്കിയില്ല, ഒരു എന്താ പറയുക, തീരാറായിട്ടുള്ള ഒരു ഷാമ്പിൻ്റെ ബോട്ടിലുണ്ടായിരുന്ന കുറച്ച് ഷാമ്പ് നമ്മുടെ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് അങ്ങോട്ട് പതപ്പിച്ചിട്ട് നമ്മുടെ പ്യൂമിക് സ്റ്റോണിലിട്ടിട്ട് കാലങ്ങോട്ട് ഉരച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന തിളക്കത്തിൻ്റെ അത്ര കിട്ടോ എന്ത് പ്യൂമിക് സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്ത് റോളർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള മനസ്സമാധാനത്തോടെ ഞാൻ എൻ്റെ 32 പല്ലും കാണിച്ച് ചിരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സത്യം പറയട്ടെ, ആ റോളർ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ എന്ത് പറയാനാണ്, അത് യൂസ് ചെയ്തിട്ടൊക്കെ കുറേ നാളായി. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴും തോന്നുമ്പോഴൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തോ അതിന് അബദ്ധം പറ്റിപ്പോയി, അത് ചീത്തയായിപ്പോയി. അപ്പോൾ അദ്ദേഹം നമ്മുടെ പുറത്ത് വന്നിട്ട് നമ്മൾ ആ സങ്കടം തീർക്കാൻ വേണ്ടി അങ്ങോട്ട് ഉരയ്ക്കുക കേട്ടോ. എന്നാലും ഒത്തിരി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഉറച്ചായിരുന്നു, അതുകൊണ്ട് കുറേയൊക്കെ ഡെഡ് സ്കിൻ കാലിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡെഡ് സ്കിൻ ഇപ്പം ഒത്തിരി വന്നിട്ടുണ്ടാകും, ഒത്തിരി ലൂസായി കാണുമല്ലോ നമ്മൾ ആ വെള്ളത്തിലൊക്കെ ഡിപ്പ് ചെയ്തൊക്കെ വെച്ച് കഴിയുമ്പം. അപ്പോൾ ഉരച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു സ്റ്റെപ്പല്ലേ ഇതിൻ്റെ, അപ്പോൾ അതും കൂടി ചെയ്യണമല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നല്ല റിലാക്സ് ആയിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ. സത്യം പറയട്ടെ, എനിക്ക് ഒന്നൊരു നല്ലൊരു തലവണയും നല്ലൊരു അന്തരീക്ഷം കിട്ടിയാൽ ഞാൻ നല്ല ചത്ത് കിടന്നുറങ്ങും. കണ്ടില്ലേ, എൻ്റെ കാലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കാലിൽ കാണുന്ന ഈ കറുത്ത പാടില്ലേ, ഈ കുഞ്ഞ് കറുത്ത പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞെനിക്ക് വാക്സ് ചെയ്ത് തരുമ്പം അവിടെയൊക്കെ പൊട്ടുന്നതാണ്. അല്ലാണ്ട് നമ്മളുടെ നെയിൽ കാണുന്ന കറുത്ത പാടെന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ വേളാങ്കണ്ണി പോകുമ്പം നേർച്ച നേരാറുണ്ട്, മുട്ടിൽ അഴിയണ നേർച്ച നേരാറുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് വരുന്നതാണ് കേട്ടോ അത്. അപ്പോൾ പിന്നെ അത് ഒരു എന്താ പറയുക, ഒരു മെമ്മറി ആയിട്ട് അതവിടെ ഇരിക്കട്ടെ അല്ലേ. അങ്ങനെ അപ്പോൾ അതേ സമയം ഏകദേശം 4:30 മണിയായി, എല്ലാം കഴിഞ്ഞു കേട്ടോ. എന്തൊരു സുഖമാണെന്നറിയോ, സത്യം പറയട്ടെ. ഞാനൊരു ചെറുതായിട്ടൊന്ന് ഉറങ്ങി, കുറച്ച് നേരം ഞാൻ കിടന്നപ്പോൾ ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വ്ളോഗായിട്ട് വരുന്നവരെ ബൈ.